കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം. 3 മുതൽ 5 വരെ പ്രതികളായ അരുൺ, ഷബിൻ ലാൽ, അതുൽ കെ എന്നിവർക്കാണ് ജാമ്യം. തലശ്ശേരി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായിരിക്കെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായ സംഭവത്തിലെ 3 മുതൽ 5 വരെയുള്ള പ്രതികളായ അരുൺ, ഷബിൻലാൽ, അതുൽ കെ എന്നിവർക്കാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, എടുത്തു പറയേണ്ട കാര്യം, സംഭവം നടന്ന് 90 ദിവസം പിന്നിടുമ്പോൾ പോലീസ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ 3 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയായി നിൽക്കുന്നതിനിടയിലാണ് പാനൂരിൽ ഇത്തരത്തിൽ ഒരു വീടിന്റെ മുകളിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടാകുന്നത്. ആ സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതോടുകൂടി വലിയ രാഷ്ട്രീയ ചർച്ചയായി ഇത് മാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി CPIM ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നു എന്നൊരു ആരോപണം കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ 3 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷെറിനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഒപ്പം തന്നെ ഈ സംഭവത്തിലെ 2ാം പ്രതിയായ വിനീഷിനും പരിക്കേറ്റിരുന്നു. ഈ സ്ഫോടനത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായ വിഷയമാണ്. എന്നാൽ ഈ വിഷയത്തിൽ പോലീസ് 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ 3 പ്രതികൾക്കും, അരുൺ, ഷബിൻലാൽ, അതുൽ കെ, 3 മുതൽ 5 വരെയുള്ള ഈ 3 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരി നിഖിൽ, കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 90 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവികമായ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.